പറയാൻ എനിക്ക് വിഷമമുണ്ട്. പ്രഭാകരനെ 3 മാസത്തേക്ക് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വാസുവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിന്. 2 പ്രാവശ്യം ജീവൻ പണയപ്പെടുത്തി വാസുവിനെ പിടികൂടിയത് ഞാനല്ലേ? അന്ന് എനിക്ക് ഇൻക്രിമെന്റ് ഒന്നും തന്നില്ലല്ലോ. ഇത്തരം ചോദ്യങ്ങൾക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രസക്തിയില്ല. യു മേ ഗോ. ഞങ്ങള് കാരണം സാറിന്റെ ജീവിതം പാഴായല്ലേ? ഇത് സസ്പെൻഷനാ, ഡിസ്മിസൽ അല്ല. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോയിക്കോളാം. സാറ് സാറിന്റെ വീട്ടിൽ പോയി സുഖമായിരിക്കേ. ആദ്യം നിങ്ങൾ രണ്ടുപേരും ഈ സാറേ എന്നുള്ള വിളിയൊന്ന് നിർത്തണം. ഇന്ദുവിന്റെ അമ്മയെ എന്റെ അമ്മയായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. ഈ ജോലി പോയാലും നിങ്ങളെ രണ്ടുപേരെയും പുലർത്താനുള്ള ആരോഗ്യം എനിക്കുണ്ട്. മോനെ, എന്നെ ഡിസ്മിസ് ചെയ്തപ്പോ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. എന്റെ മോൻ ഈ ഉമ്മാക്കി കണ്ടിട്ടൊന്നും പേടിക്കരുത്. തുമ്മ്യാ തെറിച്ചു പോണ മൂക്ക് നമുക്ക് എന്തിനാണ്? മോളെ, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് മറന്നേക്കണം. ഇത് ഇന്ദുവിന്റെ അമ്മയല്ലേ? എന്താ പേര്? ദേവകി. ദേവകിക്കുട്ടി, നീ എന്റെ അനിയത്തിയ, ഞാൻ നിന്റെ ചേട്ടൻ. ഇവളെന്റെ മോന്റെ മുറപ്പെണ്ണ്. എന്റെ അനന്തരവളെ എന്റെ മോൻ കെട്ടും. ഞാൻ നോക്കട്ടെ. ഓ പ്രഭാര, എനിക്കൊരു 5 രൂപ താടാ. അച്ഛൻ ഇപ്പൊ തന്നെ നന്നായി കുടിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലായാൽ ആരെങ്കിലും ചീത്ത വിളിക്കും. വേണ്ട. എന്റെ പൊന്നു മോനല്ലേ, നിന്റെ സസ്പെൻഷൻ അച്ഛനൊന്നും ആഘോഷിക്കട്ടാ. ഇന്ന് കുടിച്ചില്ലെങ്കിൽ ഞാൻ നെഞ്ചു പൊട്ടി ചത്തുപോകും. താട മോനെ. പാത്രത്തിൽ എന്താ മോനെ? അപ്പൂപ്പൻ പോയിക്കോ. ഇതിൽ പരുത്തിക്കുറും പിണ്ണാക്ക. പോടാ. എടേ, എന്റെ മോനെ നീ സസ്പെൻഡ് ചെയ്യല്ലടി. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങി വന്ന് ഈ ചോദ്യത്തിന് സമാധാനം പറ. രാപ്പകയില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പോലീസുകാരനൊരു അബദ്ധം പറ്റിയ നീ സസ്പെൻഡ് ചെയ്യല്ലടി. എന്താ നിങ്ങളുടെ ഭാവം? മദ്യപിച്ച് ലെക്കിട്ട് സ്ത്രീകൾ മാത്രം താമസിക്കുന്നിടത്തുനിന്ന് എന്ത് തോന്നിയാ സാവാന്നാണോ? ഇറങ്ങി പോകുന്നുണ്ടോ? അതോ കേസ് ചാർജ് ചെയ്യണോ? ഇവള് പറഞ്ഞത് കേട്ടാ? ചാർജ് ചെയ്യും പോലും. നീ പോയി ചാർജ് ചെയ്യടി. ആ കേസ് എങ്ങനെ വരുമെന്ന് എനിക്കറിയാം. നരുന്ത് പെണ്ണ്. ഞാൻ കാണാത്ത ഏത് കേസാ ഇവള് കണ്ടിരിക്കണേ? ഇവളെയൊക്കെ ഇൻസ്പെക്ടർ ആക്കിയ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ഗുണം പിടിക്കുക? കള്ളക്കടത്തുകാരനും കഞ്ചാവ് കൃഷിക്കാരനും ഇവിടെ രാജാക്കന്മാരെ. ഹലോ, ഇൻസ്പെക്ടർ ആശ സ്പീക്കിംഗ്. നിങ്ങൾ ഉടനെ ജീപ്പ് പോയി വീട്ടിലേക്ക് വരണം. അനക്കാൻ പറ്റുമോ? വന്നിട്ട് പറയാം. നമ്മുടെ നാട്ടില് പോലീസ് ഇൻസ്പെക്ടർ ആയിട്ടൊരു പെണ്ണ് വേണ്ട. കല്യാണം പോലും കഴിച്ചില്ലാത്ത ഈ പെണ്ണിന് ലോ ആൻഡ് ഓർഡറിനെ കുറിച്ച് എന്തറിയാം? നീ എന്താ നോക്കി പേടിപ്പിക്ക ഈർക്കിലി പെണ്ണ്? പോലീസ് സൂപ്രണ്ടിനോട് നുണ പറഞ്ഞു കൊടുത്ത് ഇവളെന്റെ മോൻ പ്രഭാകരനെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചു. ഈ പാട്ടത്തിൽ കൈമള്ള പോലെ. ഈ മനുഷ്യനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോക്കോളൂ. ഞാൻ വന്നിട്ട് വിട്ടാ മതി. പണ്ടങ്ങ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എന്ത് ധിക്കാരാകാവുന്നോ? അത് സെന്റിമെന്റ്സ് ഒന്നും എനിക്ക് കാണണ്ട. ഓ കൈമട്ടം കൂടി വന്നോട്ടെ. നീ വിളിച്ചാൽ ഞാൻ വരും. നീ കുടുംബക്കാരനാ, അല്ലാതെ ഇവളെ പേടിച്ചിട്ടല്ല. അല്ലല്ല, ജീപ്പ് കൊണ്ടുവന്നുണ്ട്. ജീപ്പ് കൊണ്ടുവന്നുണ്ട്. എല്ലാ സൗകര്യത്തോടു കൂടിയാണ്. അങ്ങോട്ട് കയറിയട്ടെ. കുറച്ചും കൂടി അങ്ങോട്ട് ഇരുന്ന എനിക്കും കൂടി പോലീസ് സ്റ്റേഷനിലേക്കല്ല, പ്രാന്ത ആസ്പത്രിയിലേക്കാ കളവനെ അയക്കേണ്ടത്. നീ ആരോട് ഈ പ്രതികാരം ചെയ്യുന്നത്? ആ കളവനോടോ അതോ അയാളുടെ മകനോടോ? വാട്ട് യു മീൻ? ഐ മീൻ വാട്ട് ഐ സേ. പ്രഭാകരനെ നിനക്ക് ഇഷ്ടമായിരുന്നു. അയാൾ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പായപ്പോ നിനക്ക് അയാളോട് ദേഷ്യമായി. പിന്നെ അയാളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക മാത്രമായി നിന്റെ ലക്ഷ്യം. ഒരു ചെറിയ കുറ്റം പെരുപ്പിച്ച് കാണിച്ച് പ്രഭാകരനെ നീ സസ്പെൻഡ് ചെയ്യിച്ചു. ആ വയസ്സിനെ ലോക്കപ്പിലും ആക്കി. ആശേ, നീ വളരെ ചെറുതായിപ്പോയി. കൈമളേട്ടാ, എന്താ സാർ? അയാൾ വെറുതെ അടിച്ചു നോക്കിയാ. നീ പോയിക്കോ. ചേട്ടൻ ഈ പരിപാടി നിർത്തിയില്ലെങ്കിൽ പ്രഭാകരന്റെ കാര്യം കഷ്ടത്തിലാവും. ആ സ്ത്രീ ഒരു മുൻകോപക്കാരിയാ. ചിലപ്പോ കേസ് അവളോട് പോവാൻ പറയടാ. അത് ചേട്ടൻ പറഞ്ഞാൽ മതി. അല്ല, ഇത് പകുതിയിലറിയണ്ടല്ലോ. ഇതെന്ന് എത്രാമത്തേതാ? ഇന്ന് ആകെ എത്ര 5 രൂപീസ് കിട്ടി? നീ പോടാ. കൊള
പോലീസ് സ്റ്റേഷനിൽ മദ്യം സൂക്ഷിക്കുന്നത് ശരിയല്ല. ആ, അതാ ശരി. അബ്ദു, ഈ ഒരു കാര്യം ചെയ്യും, ഒരു 2 ഗ്ലാസും കുറച്ച് വെള്ളവും കൊണ്ട് എടുത്തു. ഒരു ഗ്ലാസ് മതി. അപ്പൊ ചേട്ടൻ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ ഒറ്റക്ക് ഇങ്ങനെ കുടിക്കേ. പഴയ പോലീസുകാരനും പുതിയ പോലീസുകാരും ചേർന്ന് പോലീസ് സ്റ്റേഷൻ ചാരായക്കടയാക്കാണല്ലേ? അത് ഞങ്ങൾ തൊണ്ടി സാധനം അത് പുറത്ത് കളയൂ. കളഞ്ഞാ പിന്നെ എവിഡൻസ് ഇല്ലല്ലോ. കളയാനല്ലേ പറഞ്ഞത്? ഞാൻ അപ്പോഴേ എന്നോട് പറഞ്ഞത് പ്രതീക്ഷിക്കാതെ എന്ത് സംഭവിക്കും. കൊണ്ട് കളയും. ഇദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി വിടും. കേസ് ചാർജ് ചെയ്യണ്ട. ഞാൻ തന്നെ പോയിക്കോളാം. നിൽക്കൂ. ഉപദേശിക്കല്ല, അതുകൊണ്ട് പ്രയോജനമില്ലെന്നറിയാം. എനിക്ക് അച്ഛനും അമ്മയില്ല. നിങ്ങളെ എന്റെ അച്ഛനെ പോലെ കരുതിയിട്ട് പറയാ, ഇങ്ങനെ കുടിച്ച് നശിക്കരുത്. നല്ല ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന ആള് നാടിനും വീടിനും കൊള്ളാത്തവനായി കഴിയുന്നത് കാണുമ്പോ കഷ്ടമുണ്ട്. നല്ലൊരു ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു എന്ന് പറഞ്ഞത് ശരിയാ. പക്ഷെ എന്നെ നല്ലവനായിരിക്കാൻ ഇവിടുത്തെ ചുറ്റുപാടുകൾ സമ്മതിച്ചില്ല. കൈക്കൂലി വാങ്ങാതെ ആരുടെ മുമ്പിലേയും കുലുങ്ങാതെ ഇരുന്ന ഹെഡ് കോൺസ്റ്റബിൾ കൈമളെ ഇല്ലാത്ത കുറ്റം ആരോപിച്ച് സസ്പെൻഷൻ ട്രാൻസ്ഫറും ചെയ്യിച്ചു. ഞാനതിന് വഴങ്ങില്ല. മേലുദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി 4 വാക്ക് ചോദിച്ചു. പിന്നെ എനിക്ക് കിട്ടിയത് ഡിസ്മിസലായിരുന്നു. ആ കുഞ്ഞു ചെറുപ്പല്ലേ, ഇവിടുത്തെ കളികളൊക്കെ കാണാതിരിക്കണേ ഉള്ളൂ. പോട്ടെ. അമ്മേ, ആ ഇൻസ്പെക്ടർ ഇങ്ങോട്ട് വരുന്നു. അല്പം വെയിറ്റ് ചെയ്യൂ. എന്നെ മനസ്സിലായോ? ഞാൻ ഇന്ദുവിനെ ഒന്ന് കാണാനായി തന്നെ വന്നതാണ്. ഇവിടെ ഇരിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങോട്ട് മാറിയ ദിവസമാണ് പ്രഭേഷന് ജോലി നഷ്ടപ്പെട്ടത്. നിന്റെ പ്രഭേട്ടന് ജോലി നഷ്ടപ്പെട്ടിട്ടില്ല. 3 മാസത്തേക്ക് ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച ഒരവധി, അത്രേ ഉള്ളൂ. എന്റെ മക്കൾ ചെയ്ത കുറ്റത്തിന് കുഞ്ഞെന്തിനാ പ്രഭാകരനെ ശിക്ഷിച്ചത്? ഞങ്ങളെ സഹായിച്ചൊന്നൊരു തെറ്റേ പ്രഭാകരൻ ചെയ്തിട്ടുള്ളൂ. തിരുത്താൻ പറ്റാത്ത തെറ്റുകളില്ല. അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റ് ചെയ്തവളാ ഞാൻ. അതിന്റെ ഫലം മുഴുവൻ അനുഭവിക്കുന്നത് എന്റെ മക്കളും. അത്യാവശ്യത്തിനുള്ള വീട്ടുപകരണങ്ങളായി 2 ആഴ്ചത്തേക്കുള്ള അരിയും സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ധാരാളം. നളനിന് ഞാൻ വലിയൊരു കടക്കാരനായി. ഈ ജന്മം തിരിച്ചു തരാനാവാത്തത്ര കടപ്പാടും. കഴിഞ്ഞ ജന്മം നീ എനിക്ക് തന്നത് ഈ ജന്മം ഞാൻ തിരിച്ചു തരുന്നു എന്ന് വിചാരിച്ചാ മതി. ജയ, നീ കൂടെ ചെല്ല് പോലീസ് മാമന്റെ കൂടെ. നിങ്ങൾ പറയുന്ന ബേബിച്ചൻ രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള ആളാണല്ലേ? അതുകൊണ്ടാ കുഞ്ഞെ ഞങ്ങൾക്ക് പേടി. ധൈര്യമായിരിക്കൂ, എല്ലാം ശരിയാവും. ഞാൻ ഇറങ്ങട്ടെ. ഇത് വെച്ചോളൂ. ചേച്ചി അനിയത്തിക്ക് തരുന്ന പോലെ കരുതിയാ മതി. വാങ്ങിച്ചോളൂ. ഇന്ദു, ആ രൂപ തിരിച്ചു കൊടുത്തേക്കു. ഞാനത് പ്രഭാകരന് തന്നതല്ല. ഇപ്പോ ഇന്ദു ഞാനും തമ്മിൽ വ്യത്യാസമില്ല. അവള് വാങ്ങിയ ഞാൻ വാങ്ങുന്ന പോലെയാ. നിങ്ങൾ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ 250 രൂപ കടം വാങ്ങി. അത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. കൂടുതൽ കടപ്പാട് എപ്പോഴും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതാ ആ പെണ്ണുമുള്ളിയല്ലേ പോലീസ് അമ്മാവനെ സസ്പെൻഡ് ചെയ്തത്? പിന്നെ ഇതിനാ ഒരു നാണയം ഇല്ലാതെ നമ്മളെ വീട്ടിൽ വന്നത്? പോലീസമ്മ, ഞാൻ പോട്ടെ. ചോറിന്റെ അകത്ത് ചേച്ചി അവിൽ അരിയുന്നേ ഉള്ളൂ. ഐ കോൺ വെയിറ്റ്. മോന് നന്നായി വിശന്ന് കാണും. മണി 3 ആയില്ലേ? താമസിച്ചുള്ള ഊണാ ഞങ്ങളുടെ വീട്ടിലും പതിവ്. അമ്മേ, അമ്മായിയമ്മേ ഇങ്ങി വന്ന് പൊറുതി തുടങ്ങിയെന്ന് കേട്ടു. കല്യാണത്തിന് മുമ്പേ എന്റെ മോനെ മൊത്തമായിട്ട് ഇങ്ങ് എടുത്തോ? കഴുത്തെ താലി കയറുന്നതിന് മുമ്പ് ഇതാ സ്ഥിതിയെങ്കിൽ ഒന്ന് പെറ്റ് കഴിയുമ്പോ എന്തായിരിക്കും? അമ്മ വരൂ, നമുക്ക് ഊണ് കഴിക്കാം. ഓ, അമ്മയോടൊരു സ്നേഹം. എനിക്ക് വേണ്ട നിന്റെ ചോറും പായസം ഒന്നും. നമുക്ക് ഒരുമിച്ചിരിക്കാമേ, അല്ലേ ഞാനും കഴിക്കുന്നില്ല. നിന്റെ വീട്, നിന്റെ ചോറ്, നിന്റെ ഇഷ്ടക്കാരി. നീ എന്തിനാ ഉണ്ണാതിരിക്കുന്നേ? വരൂ അമ്മേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മയെ കൂട്ടുന്ന ഒരു മോൻ ദിവസം വീട്ടിൽ വന്ന് 3 നേരം അമ്മയ്ക്ക് വാരി തരികയല്ലേ? അമ്മ എനിക്കും ഞാൻ അമ്മയ്ക്കും വാരി തന്നിട്ടില്ലേ? അമ്മ മറന്നുപോയോ? ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്താലും
അമ്മയ്ക്ക് മോനെ എന്ന് വിളിക്കാൻ രണ്ടാമതൊരാളുണ്ടോ? ഇന്ന് എന്റെ ഒപ്പം ഇരുന്ന് അമ്മ ഊണ് കഴിക്കണം. ഞാൻ ഈ വീട് വാടകയ്ക്കെടുത്തിട്ട് ആദ്യമായിട്ട് ചോറ് വെക്കുന്ന ഇന്ന എന്റെ അമ്മയും അച്ഛനെയും കൂടപ്പുറപ്പുകളെയും ഓർത്തിട്ടാ ഞാൻ ഉണ്ണാനിരുന്നത്. നിന്റെ അടുത്ത് എനിക്ക് എന്ത് വാശി? നമുക്കൊന്ന് ചൂണ് കഴിക്കാം. വാ. അമ്മ ഇരിക്ക്. മോനിരിക്കെ ഇരിക്കെ. കറികളൊക്കെ നീയാണോ വെച്ചത് അതോ നിന്റെ തള്ളയോ? ഞാനമ്മേ. തരക്കേടില്ല, ഏതാണ്ടൊരു ചവയൊക്കെ ഉണ്ട്. തന്നിഷ്ടക്കാരിയാണെങ്കിലും നിനക്ക് വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാം. പിന്നൊരു കാര്യം, അമ്മയോടും മോളോടും കൂടെ എന്റെ മോന് എന്നോടുള്ള സ്നേഹം കണ്ടല്ലോ. അവനെ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിക്കളയരുത്. അതെന്തോടാ, മാങ്ങാക്കറിയാണോ? ചിരിഞ്ഞിട്ട് പ്രഭാകരന്റെ അമ്മ പറയുന്നതിലും കാര്യമില്ലാതില്ല. നിന്റെ കഴുത്തിൽ ഒരു താലി പോലും ഇല്ല. എന്ത് ബന്ധം പറഞ്ഞാ ഞാൻ ഈ വീട്ടിൽ കഴിയാ? നീ എന്താ ആ കാര്യം പ്രഭാകരനോട് പറയാത്തത്? അമ്മ പറയുന്നു എന്റെ കഴുത്തിലൊരു താലി വേണമെന്ന്. ഞാൻ ചിന്തിക്കാതിരുന്നില്ല. പക്ഷെ ഒരു ജോലി കൂടി ഇല്ലാത്ത ഈ സമയത്ത് ഒരല്പം പൊന്ന് എന്റെ കഴുത്തിലും കാതിലും ഉണ്ട്. ഞാനിത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് മേടിച്ചതാ. ഇത് വിറ്റ് എനിക്കൊരു താലി മാത്രം വാങ്ങൂ. അതൊരു ചരടിൽ ഈ കഴുത്തി കെട്ടിയാ മതി. ആർതാളോടെ എടേ, നിന്നോട് മില്ലിൽ വരാൻ ആരാ പറഞ്ഞേ? അച്ഛാ, ലീല ഗോതമ്പ് പൊടിപ്പിക്കാനാ വന്നിരിക്കുന്നത്. വ്യക്തിപരമായ കാര്യവും ബിസിനസ് കാര്യവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ഇറങ്ങി പോടി വണ്ണേ പുറത്ത്. അച്ഛാ, നിന്റെ ഗോതമ്പ് എന്റെ മെഷീനിൽ പൊടിക്കാൻ ഒക്കില്ല. നിങ്ങളൊക്കെ പൊയ്ക്കോ, ഇന്നിവിടെ പണിയില്ല. എടാ ശ്രീകൃഷ്ണ, മാധവക്കുറുപ്പേ, എടാ ദാക്ഷായിനിയമ്മ എന്നെ പേര് വിളിക്കുന്നത് വേറെ കാര്യം. നീ എന്റെ മോന. ഇപ്പൊ ഞാൻ തൊഴിലാളി, നിങ്ങൾ മുതലാളി. ഞാൻ സമരം പ്രഖ്യാപിക്കുന്നു. എടാ എന്താ ഈ കാണിക്കുന്നത്? എടാ ശ്രീകൃഷ്ണ, പൊന്നുമോനെ ചതിക്കല്ലേ. നീ ആ ഫ്യൂസ് കൊണ്ടുപോയ ദാക്ഷായിനിയമ്മ എന്റെ ഫ്യൂസ് വരും. ലീലെ, എന്റെ പുറകെ വരണ്ട, നീ എന്റെ പാട്ടിന് പോ. നിന്റെ പുറകെ മാത്രമേ ഞാൻ വരൂ. എന്നാ എന്നെ കല്യാണം കഴിക്കേ. ഞാൻ റെഡി. സത്യാണോ? സത്യം. കെട്ടിപ്പിടുത്തം നിന്നെ ഞാൻ ശരിയാക്കും. എന്റെ മോന്റെ മാനം അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാനേ പറഞ്ഞത്. എന്നെ ഓടിക്കരുത്, അവിടെ നിൽക്കാൻ. എന്തു വേണം? കല്യാണം കഴിക്കണം. എന്നെയോ? ലീല, ഞാൻ പറയാം, ഞാനും ശ്രീകൃഷ്ണനും തമ്മിൽ സ്നേഹത്തിലാ. ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം. അതിന് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നാ പറയുന്നത്. എടി നിന്നെ ഞാൻ എന്താ അമ്മേ? എന്റെ മോക്ക് കല്യാണം ഉറപ്പിച്ചതാ ഇവന്റെ തന്തേന്നല്ലേ. പ്രഭാകരൻ ഏതോ ഒരു പെണ്ണിനെ കൂടെ താമസിപ്പിച്ചെന്ന് പറഞ്ഞ അവര് പിന്മാറി. അത് ഞാനങ്ങ് ക്ഷമിച്ചു. എന്നാലും ഇവൻ പിന്നെ ഇവിടെ പിന്നാലെ കൂടി അവിടെ റോഡിൽ വെച്ച് തോന്നിയാസം കാണിക്ക. അമ്മ ഇപ്പൊ മോളെ വിളിച്ചോണ്ട് പോണം. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. വാടി ഇവിടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിക്കടാ അവിടെ. ദാക്ഷാണിയമ്മേ, എന്താ നിങ്ങളുടെ വിചാരം? വിശ്വാസവഞ്ചന കുറ്റകരമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ കുടുംബസ്ഥിതിക്ക് പറ്റിയ ബന്ധം എന്താ? നിങ്ങളുടെ കുടുംബസ്ഥിതി പറയൂ, കേൾക്കട്ടെ. ഞങ്ങൾ മാർത്താണ്ഡ മഠത്തിൽ പിള്ളയുടെ വംശമാ. പച്ച കള്ളവാ. അമ്മയുടെ ഒരു വലിയ മുത്തശ്ശി ആ തറവാട്ടിൽ അടിച്ചുകളിക്കാരിയായിരുന്നു. അതാ സത്യം. ഇത് മറ്റൊരു കേസിനുള്ള വഴി. എനിക്ക് ഈ കല്യാണം പരിപൂർണ സമ്മത. ദാക്ഷായിനിയമ്മ പേടിച്ചാ ഞാനൊന്നും മിണ്ടാതെ നിൽക്കണത്. ഭാര്യ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? അതൊരു ശീലായിപ്പോയി. നിങ്ങൾ വാക്ക് പാലിക്കണം. വംശപാരമ്പര്യം പ്രസംഗിച്ചാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിലും കാണിക്കണം. നിങ്ങൾ ഈ വിവാഹം നടത്തി കൊടുത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ നടത്തി കൊടുക്കും. എന്ത് പറയുന്നു? ഞങ്ങൾ തന്നെ നടത്തി കൊടുക്കാം. മാധവക്കുറുപ്പേ, ജോത്സ്യരെ കണ്ട് മുഹൂർത്തം നോക്കിക്കോളൂ. ശരി.